ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവിധ ഭവനങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്നു കൊണ്ട് ഈ ദിവ്യ ശുശ്രൂഷയിൽ പങ്കാളികളാകുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ജൂലൈ മാസം 30 കൊടുകളഞ്ഞി CSI ക്രൈസ്റ്റ് ചർച്ച് ഇടവകയുടെ ചുമതല ഫലമേൽക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. വളരെ പുരാതനമായിട്ടുള്ള ഈ സഭയിലേക്ക് ഞങ്ങളെ നിയോഗിച്ച മധ്യകേരള മഹാ ഇടവകയോടും വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങളെ സ്വാഗതം ചെയ്ത കൊടുകളഞ്ഞി ക്രൈസ്റ്റ് ചർച്ച് ഇടവകയോടുമുള്ള ഹൃദയംഗമായിട്ടുള്ള സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ. ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് കർത്താവ് ഏൽപ്പിച്ചതായിട്ടുള്ള ഈ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും അഭ്യർത്ഥിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ക്രിസ്തുവേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസം പല ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട്, പല സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങൾക്ക് നൽകുന്ന അവസരത്തിനായിട്ട് സ്തോത്രം. ദൈവസാന്നിധ്യബോധത്തോടെ ഞങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളെ ആരാധനാലയങ്ങളായിട്ട് തിരിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ആത്മാവിലും സത്യത്തിലും ത്രിയേക ദൈവത്തെ ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകണമേ. സ്ഥലകാല പരിമിതികൾക്ക് ഉപരിയായി അനന്യനായിട്ട് ജീവിക്കുന്ന ദൈവത്തെ ഹൃദയംഗമായിട്ട് ആരാധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളെയും കുറ്റങ്ങളെയും ഏറ്റുപറഞ്ഞ് ശുദ്ധി പ്രാപിപ്പാനും തിരുവചനത്തിലെ സത്യങ്ങളെ ഉൾക്കൊള്ളുവാനും തക്കവണ്ണം ഇന്നത്തെ ശുശ്രൂഷ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കുവെച്ച് ആശ്വാസം പ്രാപിപ്പാൻ തക്കവണ്ണം ക്രൂശിലെ സ്നേഹത്താൽ ബലപ്പെടുവാൻ തക്കവണ്ണം കർത്താവേ അവിടുന്ന് ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങളുടെ എല്ലാ നല്ല കാര്യങ്ങളും നിന്നോടുകൂടെ ആരംഭിച്ച് ദൈവനാമത്തെ ഉയർത്തുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മായ ഞായറാഴ്ചയായിട്ട് ഇന്ന് ആഘോഷിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിലെ ആത്മായ ഫെലോഷിപ്പിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയുടെ വിവിധ ഭാഗങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന എല്ലാവർക്കായിട്ടും സ്തോത്രം. കൃപയാൽ ഞങ്ങളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ശുശ്രൂഷയുടെ ആദ്യോടന്തം കൃപ ചൊരിയണം. യേശു മശിഹാമുല ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയതോന്നി കേൾക്കണമേ. ആമേൻ. ദൈവനാമസ്തുതിക്കും മഹത്വത്തിനുമായി ജ്ഞാനകീർത്തനങ്ങളിൽ 75 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. ഹിം നമ്പർ 75, കീർത്തനം 75. യാചനകൾ സ്തോത്രമെല്ലാം തൻ
ശേഷം എന്നേക്കും സ്വാതന്ത്ര്യം ഭാഗ്യം പൂർണ്ണത എല്ലാവർക്കും ലഭിച്ചിടും. ലോകർ വരട്ടെ തൻ മുൻപിൽ സ്തുതി സ്തോത്രത്തോടുകൂടെ മേലോക സൈന്യം പാടട്ടെ ഭൂമി ചൊല്ലിടട്ടെ ആമേൻ. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. കാലത്തെയും വൈകുന്നേരത്തെയും ആരാധനക്രമത്തിൽ രണ്ടാമത്തെ ശുശ്രൂഷാക്രമം ദൈവമാത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം, ഇന്നു നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കേണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഇതിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രവും തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്ക് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോടെ കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിൻ്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാഫലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിയിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ശ്രമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്.
നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്യാം. അല്പനിമിഷങ്ങൾ നമുക്ക് അനുതാപഹൃദയത്തോടെ പ്രാർത്ഥിക്കാം. ദൈവം വിവിധയിടങ്ങളിലും സ്ഥാനങ്ങളിലും നമ്മെ ആക്കിയിരിക്കുന്നത് ദൈവികമായിട്ടുള്ള ശുശ്രൂഷയെ നിവർത്തിക്കുവാനായിട്ടാണ്. എന്നാൽ ആ ദൗത്യ നിർവഹണത്തിൽ നാം പരാജയപ്പെട്ടു. നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ബന്ധങ്ങളിലും ദൈവത്തോടും സമസൃഷ്ടങ്ങളോടുമുള്ള ജീവിത പന്താവിലും നാം തെറ്റുകാരായിട്ട് തീർന്നു. ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ചെയ്യരുതാത്ത കാര്യങ്ങൾ നാം പ്രവർത്തിച്ചു പോയി. അരിഷ്ടന്മാരായ കുറ്റക്കാരാകുന്ന ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന വിനയഹൃദയത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ സ്വർഗത്തോട് നിന്നോടും പാപം ചെയ്തിരിക്കുന്നു, ഇനി നിന്റെ മകൻ എന്ന പേരിന് യോഗ്യനല്ല. കർത്താവെ, നിന്റെ രക്തത്താൽ ഞങ്ങളെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് അല്പനിമിഷം അനുതാപഹൃദയത്തോടുകൂടി പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ പാപങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ അനുതാപ പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, ഞങ്ങൾ കാണാതെ പോയി ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് ചെറ്റി തിന്നിയിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങളെ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്യരുതാത്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ സൗഖ്യവുമില്ല. അരിഷ്ടന്മാരായ കുറ്റക്കാരാകും നിങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവരോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നീ മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണമേ. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടതിന് ക്രിസ്തു നിമിത്തം കൃപ ചെയ്യണമേ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്നുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്ക് നൽകുമാറാകട്ടെ. ദൈവവചന ശുശ്രൂഷ. കർത്താവിനെ സ്തുതിപ്പീൻ. 95-ാം സങ്കീർത്തനം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ഈ സമയത്ത് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സങ്കീർത്തനം 95 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്കാർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവനെ ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളതാ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയെയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മളുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയിക്കുന്ന ജനവും അവന്റെ കൈക്കലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ഈ സമയത്ത് ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന 1-ാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. ഫസ്റ്റ് ലെസൺ, 1-ാം പാഠം. ആത്മായ ഞായറായ ഇന്നത്തെ വിശുദ്ധ ദിവസത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം
1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളെ ശ്രദ്ധിപ്പീൻ. നെഹമ്യാവ് 3:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവൻ്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻവാതിൽ പണിതു. അവർ അത് പ്രതിഷ്ഠിച്ച് തൻ്റെ കതകുകളും വെച്ചു. ഹമ്മേയ ഗോപുരം വരെയും ഹനനിയാൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അവർ പണിതിനപ്പുറം എരിഹോക്കാർ പണിതു. അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു. മീൻമാതിൽ അസേനയക്കാർ പണിതു. അവർ അതിൻ്റെ പടികൾ വെച്ച് കതകും ഓടാമ്പലും അന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഹാക്കൂസിൻ്റെ മകനായ ഉരിയാവിൻ്റെ മകൻ മെരേമോത്ത് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം മെഷസേബീലിൻ്റെ മകനായ ബെരഖ്യാവിൻ്റെ മകൻ മെശുല്ലാം അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ബാനിയുടെ മകൻ സാദോക്ക് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം തെക്കോവ്യർ അറ്റകുറ്റം തീർത്തു. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. പഴയ വാതിൽ പാസേഹിയുടെ മകനായ യോയോദായും ബെസദ്യാവിൻ്റെ മകനായ മെശില്ലാമും അറ്റകുറ്റം തീർത്തു. അവർ അതിൻ്റെ പടികൾ വെച്ച് കതകും ഓടാമ്പലും മന്താഴവും ഇണക്കി. അവരുടെ അപ്പുറം ഗിബയോന്യനായ മെലഥ്യാവും മെരണോഥിനായ യാദോനും ഗിബയോന്യരും ഇസ്പായരും നദിക്ക് ഇക്കരെയുള്ള ദേശാധിപതിയുടെ ന്യായാസനം സ്ഥലം വരെയും അറ്റകുറ്റം തീർത്തു. അതിനപ്പുറം തട്ടാന്മാരിൽ അർഹയാവിൻ്റെ മകനായ ഊസിയേൽ അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു. വീതിയുള്ള മുതൽ വരെ യെരുശലേമിനെ ഉറപ്പിച്ചു. അവരുടെ അപ്പുറം യെരുശലേം ദേശത്തിൻ്റെ പാതിക്ക് പ്രഭുവായ ഹൂരിൻ്റെ മകൻ രഫയ്യാവ് അറ്റകുറ്റം തീർത്തു. അവരുടെ അപ്പുറം ഹരിമഫിൻ്റെ മകൻ യദോയാവ് തൻ്റെ വീട്ടിന് നേരെ ഉള്ള ഭാഗം അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം ഹശബ്ന്യാവിൻ്റെ മകൻ ഹത്തൂശ അറ്റകുറ്റം തീർത്തു. മറ്റൊരു ഭാഗവും ചൂളകളുടെ ഗോപുരവും ഹാരീമിൻ്റെ മകൻ മൽക്കിയാവും പഹത് മൊഹാബിൻ്റെ മകൻ യശൂബും അറ്റകുറ്റം തീർത്തു. അവൻ്റെ അപ്പുറം യെരുശലേം ദേശത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ എല്ലോഹിസിൻ്റെ മകൻ യശൂമും അവൻ്റെ പുത്രന്മാരും അറ്റകുറ്റം തീർത്തു. ഇവിടെ പാഠം അവസാനിക്കുന്നു. ഈ സമയത്ത് ഇന്നത്തേക്കായി നിശ്ചയിച്ചിരിക്കുന്ന പ്രത്യേക സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാം. 104 സങ്കീർത്തനം വാക്യപ്രതിവാക്യമായിട്ട് വായിക്കാവുന്നതാണ്. ആത്മാവിനേറായ ഇന്ന് കാലത്തേക്കുള്ള സങ്കീർത്തനം 104. 104 സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ ദൈവമായ യഹോവേ, നീ ഏറ്റവും വലിയവൻ, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രംബന്ധം പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു, തിരശ്ശീല പോലെ നീ ആകാശത്തെ ധരിക്കുന്നു. അവൻ തൻ്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു, മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ നിന്റെ ശാസനയാൽ ഓടിപ്പോയി, നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി താഴ്വരകൾ കാണുന്നു, ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിറിട്ടു. അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു, അവ മലകളിലേക്ക് കുടിക്കുന്നു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു, കാട്ടുകഴുതകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ അവൻ തൻ്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു,
ഭൂമിക്ക് നിന്റെ പ്രവൃത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവൻ്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു, പെരിഞ്ഞാറക സരളവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു, സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തന്റെ വേലയ്ക്കായി തന്നെ. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസമെടുക്കുമ്പോൾ അവ ചത്തു പൊടിയിലേക്ക് തിരികെ ചേരുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. യഹോവ തന്റെ പ്രവർത്തികൾ സന്തോഷിക്കട്ടെ. എൻ്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ പ്രസാദകരമായിരിക്കട്ടെ. പാപികൾ ഭൂമിയിൽ നിന്ന് മുടിഞ്ഞു പോകട്ടെ, ദുഷ്ടന്മാർ ഇല്ലാതെയാകട്ടെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, യഹോവയെ സ്തുതിപ്പി. സെക്കറിയാവിൻ്റെ പാട്ട് നമുക്ക് ഈ സമയത്ത് വാക്യപ്രതിവാക്യമായിട്ട് ചൊല്ലാം. സെക്കറിയാവിൻ്റെ പാട്ട്. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവൻ. അവൻ തന്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ആദ്യം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർക്ക് മുഖാന്തരം ചെയ്തതുപോലെ നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിപ്പാൻ തന്റെ ദാസനായ ദാവീദിന്റെ ഗൃഹത്തിൽ നമുക്ക് രക്ഷകനെ ഉപയോഗിക്കുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ പിതാക്കന്മാരോട് കരുണ പ്രവർത്തിക്കേണ്ടതിനും നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നാം ആയുഷ്കാലമൊക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അവൻ നമ്മുടെ പിതാവായ അബ്രഹാമിനോട് ചെയ്ത സത്യവും തന്റെ വിശുദ്ധതയും ഓർത്തുകൊണ്ടുമാകുന്നു. നീയോ പൈതലെ അത്യുന്നതന്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിന്റെ ആഗ്രഹയാൽ അവന്റെ ജനത്തിന്റെ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവനുമായി നടക്കും. ഇരുളിലും മരണനിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാന മാർഗത്തിൽ നടത്തേണ്ടതിന്
ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദ്യം ഇപ്പോഴും പ്രകാരം തന്നെ. ഈ സമയത്ത് രണ്ടാം പാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. സെക്കൻഡ് ലെസൺ, രണ്ടാം. ഇന്നത്തെ വിശുദ്ധ ആരാധനയിലേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്ന രണ്ടാം വേദഭാഗം അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 7 വരെ. അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായം 1 മുതൽ 7 വരെ. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനംപ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചു എന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. 12 ശിഷ്യന്മാരുടെ കൂട്ടത്തെ വിളിച്ചു വരുത്തി, ഞങ്ങൾ ദൈവവചനം ഉപേക്ഷിച്ചു മേശകളിൽ ശുശ്രൂഷ ചെയ്യുന്നത് യോഗ്യമല്ല. ആകയാൽ സഹോദരന്മാരെ, ആത്മാവും ജ്ഞാനവും നിറഞ്ഞു നല്ല സാക്ഷ്യമുള്ള 7 പുരുഷന്മാരെ നിങ്ങളിൽ തന്നെ തിരഞ്ഞുകൊള്ളുകയും അവരെ ഈ വേലയ്ക്ക് ആക്കാം. ഞങ്ങളോ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും ഉറ്റിരിക്കും എന്ന് പറഞ്ഞു. ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി. വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തേഫാനോസ്, ഫിലിപ്പോസ്, പ്രൊക്കരോസ്, നിക്കാനോൻ, തിമോൻ, പർമനാസ്, ദേഹൂദ മദാനസാരി, അന്ത്യോക്യക്കാരൻ നിക്കോലോവാസ് എന്നിവരെ തിരഞ്ഞെടുത്തു. അപ്പോസ്തലന്മാരുടെ മുൻപാകെ നിർത്തി. അവർ പ്രാർത്ഥിച്ചു, അവരുടെ മേൽ കൈവച്ചു. ദൈവവചനം പരന്നു. യെരുശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഇവിടെ രണ്ടാം പാഠം അവസാനിച്ചു. വിശുദ്ധ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 20-ാം വാക്യം മുതൽ 28-ാം വാക്യം വരെ എഴുതപ്പെട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധ വചനത്തെ കേൾപ്പിൻ. The Gospel according to Saint Matthew chapter 20 verses 20 through 28. അന്ന് സബദി പുത്രന്മാരുടെ അമ്മപുത്രന്മാരുമായ അവൻ്റെ അടുക്കെ വന്ന് നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്തു വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കുവാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു. അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുവാനിരിക്കുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എൻ്റെ പാനപാത്രം നിങ്ങൾ കുടിക്കും നിശ്ചയം. എങ്കിലും എൻ്റെ വലത്തും ഇടത്തും ഇരിക്കുവാൻ വരം നൽകുന്നത് എൻ്റേതല്ല, എൻ്റെ പിതാവ് ആർക്ക് ഒരുക്കിയിരിക്കുന്നുവോ അവർക്ക് കിട്ടും എന്ന് പറഞ്ഞു. ശേഷം 10 പേര് അത് കേട്ടിട്ട് 2 സഹോദരന്മാരോട് നീരസപ്പെട്ടു. യേശുവോ അവരെ അടുക്ക വിളിച്ചു, ജാതികളുടെ അധിപന്മാർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു എന്നും മഹത്തുക്കൾ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്നും നിങ്ങൾ അറിയുന്നു. നിങ്ങളിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവരെല്ലാം നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. സഭയുടെ പാട്ട് ഈ സമയത്ത് നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. സഭയുടെ പാട്ട്. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവ് നീയാകുന്നു, നീ ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു.
നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദൈവദൂതന്മാരും വനമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമി നിന്റെ പ്രഭാവം മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് രൂപങ്ങളും സകലങ്ങളും നിന്നെ നോക്കി വിടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലാടുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു. നീ ഏകാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഭരമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യം തുറന്നു. നീ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായ നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വിലയേറിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരുടെ കൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ചവരെയും അവരെ ഉയർത്തണമേ. ദിനം പ്രതി ഞങ്ങൾ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ ഇന്ന് ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ പാപം കൂടാതെ കാത്തുകൊള്ളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേൽ ഉണ്ടായിരിക്കണമേ. കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ഈ സമയത്ത് ഞാൻ കീർത്തനങ്ങളിൽ 78-ാമത്തെ കീർത്തനം ചേർന്ന് പാടാവുന്നതാണ്. ഹിം നമ്പർ 78, കീർത്തനം 78. നീ ഏകാഗ്രഹൂ
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ദിവ്യശുശ്രൂഷയെ സംബന്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിനുള്ള നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. പ്രാരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ വ്യാഴാഴ്ച കൊടുകുളഞ്ഞി CSI ക്രൈസ്റ്റ് ചർച്ച് ഇടവകയുടെ ചുമതല ഫലമേൽക്കുവാൻ തക്കവണ്ണം സർവകൃപാലുവായിട്ടുള്ള ദൈവം ഞങ്ങളെ സഹായിച്ചു. ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. അനേക മിഷണറി വീരന്മാരുടെ പാദസ്പർശനമേറ്റ് പരിപാവനമായിട്ടുള്ള ഈ പുണ്യഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ലഭിക്കുന്ന അവസരം ഭാഗ്യമായിട്ട് കരുതുന്നു. ധാരാളം ബിഷപ്പുമാരെയും അച്ഛന്മാരെയും ശുശ്രൂഷകരെയും ആത്മായ നേതൃത്വത്തെയും ഭാരത ക്രൈസ്തവ സഭയ്ക്ക് സംഭാവന ചെയ്ത സഭയാണല്ലോ ക്രൈസ്റ്റ് ചർച്ച്. അവരുടെ സേവനങ്ങളെ നന്ദിയോടുകൂടി ഈ സമയത്ത് സ്മരിക്കുന്നു. ഇന്നും ധാരാളം അച്ഛന്മാരും ശുശ്രൂഷകരും ആത്മായ നേതൃത്വവും കേരളത്തിലും കേരളത്തിന് പുറത്തും വിവിധ തുറകളിൽ അനുഗ്രഹിതമായിട്ടുള്ള ദൈവവേല ചെയ്യുമ്പോൾ അവരെ ഓർത്തും ദൈവത്തിന് നന്ദിയോടുകൂടി സ്തോത്രം ചെയ്യുന്നു. എന്നെ പഠിപ്പിച്ചവരും കൂടെ പഠിച്ചവരും അതോടൊപ്പം തന്നെ ധാരാളം സുഹൃത്തുക്കളും ഈ സഭയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. അവരായിരിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും അനുഗ്രഹിതമായിട്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 2 വർഷക്കാലം ഈ ഇടവകയിൽ സ്തുത്യർഹമായിട്ട് സേവനം ചെയ്ത വർഗീസ് ഫിലിപ്പ് അച്ഛനെയും കുടുംബത്തെയും നന്ദിയോടുകൂടി സ്മരിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ആരാധനാലയത്തിൽ കടന്നു വന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തുവാൻ തക്കവണ്ണം സാധ്യമാകാതെ പോകുന്നതുകൊണ്ട് ഈ മാധ്യമത്തിലൂടെ ചുരുങ്ങിയ വാക്കുകളിൽ ഞങ്ങളെ തന്നെ പരിചയപ്പെടുത്തിയതിന് ശേഷം ശുശ്രൂഷയിൽ വചന ശുശ്രൂഷയ്ക്കായിട്ട് ഒരുങ്ങാം എന്ന് കരുതുകയാണ്. എൻ്റെ പേര് നെബൂസ് കറിയ എന്നാണ്. കുംബ്ലാംബികയാണ് സ്വദേശം. ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ട എൻ്റെ 2 സഹോദരിമാർ വിവാഹിതരായി കുടുംബമായിട്ട് കഴിയുന്നു. മാതാവ് 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പിതാവ് കുംബ്ലാംബികയിൽ തന്നെയുണ്ട്. ചെറുപ്രായം മുതൽ മാതാപിതാക്കന്മാർ സഭയുമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവികമായിട്ടുള്ള ബന്ധത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്തതുകൊണ്ടാവാം ചെറുപ്രായം മുതൽ എൻ്റെ മനസ്സിൽ ദൈവിക വേല അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ശുശ്രൂഷ ചെയ്യണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കുംബ്ലാംബിക CMS സ്കൂളിൽ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം റാന്നി സെൻറ് തോമസ് കോളേജിലും കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജിലുമായിട്ട് പ്രീ ഡിഗ്രിയും പൂർത്തീകരിച്ചു. തുടർന്ന് മലയോര മിഷനിലൂടെ ചിറ്റാറിലാണ് പ്രവേശനമായിട്ട് എന്നെ മഹായിടവക ചുമതല ഫലമേൽപ്പിക്കുന്നത്. അവിടെ നിന്നും കണ്ണമൂല വൈദിക സെമിനാരിയിൽ BD പഠനത്തിനായിട്ട് പോവുകയുണ്ടായി. പഠനം പൂർത്തീകരിച്ച് ആദ്യമായിട്ട് എന്നെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചത് പൂവത്തൂർ ഇടവകയിലാണ്. അവിടെ 3 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ചെന്നൈയിലുള്ള ഗുരുകുൽ തിയോളജിക്കൽ സെമിനാരിയിൽ ഉപരിപഠനത്തിനായിട്ട് തിയോളജിയിൽ MTH ചെയ്യുവാനുള്ള ഭാഗ്യവും ഉണ്ടായി. തുടർന്ന് മഹായിടവക എന്നെ നിയോഗിച്ചത് പൂനെയിലേക്കാണ്.
അവിടെയുള്ള മലയാളം കോൺഗ്രിഗേഷനിൽ 3 വർഷം ശുശ്രൂഷ ചെയ്തു. തുടർന്ന് കോട്ടയം കഞ്ഞിക്കുഴി അസെൻഷൻ ദേവാലയത്തിൽ അസിസ്റ്റന്റ് പ്രസ്ബിറ്ററായിട്ട് 1 വർഷം പ്രവർത്തിപ്പാനായിട്ടും കഴിഞ്ഞു. ന്യൂയോർക്കിലുള്ള സീഫോർഡ് ഇടവകയിൽ തുടർന്ന് 3 വർഷക്കാലം പ്രവർത്തിച്ചു. അതിനുശേഷം മങ്കുഴി CSI ഇടവകയിലും അതോടൊപ്പം തന്നെ കായംകുളം ബിഷപ്പ് മൂർ വിദ്യാപീഠിൻ്റെ ബർസാറായിട്ടും 3 വർഷം പ്രവർത്തിക്കുകയുണ്ടായി. അവസാന വർഷം കാപ്പിൽ CSI ഇടവകയുടെ ചുമതലയും നിറവേറ്റുവാനായിട്ട് കഴിഞ്ഞു. തുടർന്നാണ് കഴിഞ്ഞ 4 വർഷക്കാലം ബാംഗ്ലൂരിലുള്ള CSI ഈസ്റ്റ് പരേഡ് മലയാളം പാസ്റ്ററേറ്റിൻ്റെ ചുമതലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഭാഗ്യം നൽകിയത്. എനിക്ക് ഓർഡിനേഷൻ ലഭിച്ചതിന് ശേഷം 20ാമത് വർഷമാണ്. പല സമയത്തും കേരളത്തിന് പുറത്തുള്ള സഭകളിലാണ് കൂടുതലും ശുശ്രൂഷ ചെയ്തത്. ഈ കൊടുകുളഞ്ഞി ഇടവകയിൽ ദൈവിക നിയോഗപ്രകാരം കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കട്ടെ. ഭാര്യയുടെ പേര് ഷില്ലി എന്നാണ്. ഷില്ലി സ്കൂളിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. ഇപ്പോൾ ബാംഗ്ലൂരിലായതിനു ശേഷം എന്തെങ്കിലും ജോലിക്കായിട്ട് പോകുന്നില്ല. കുടുംബമായിട്ട് ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ഉപയോഗപ്പെടുത്തട്ടെ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. മോളുടെ പേര് മന്ന എന്നാണ്. മന്ന +2 പാസ്സായി. തുടർന്നുള്ള പഠനത്തിനായിട്ട് അഡ്മിഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ കുടുംബമായിട്ട് ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമല്ലോ. ഒരു ശുശ്രൂഷകൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന ജനങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനയുടെ കൈത്താങ്ങൽ നൽകിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും ദൗത്യം ഈ സമൂഹത്തിൽ നിറവേറ്റുവാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ. ഒരു സഭയിലേക്ക് വരുമ്പോൾ അത് ചെയ്യും ഇത് ചെയ്യും എന്തെങ്കിലും ഒരു അജണ്ടയോടുകൂടിയല്ല നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. മറിച്ച് മുമ്പോട്ടുള്ള യാത്രയ്ക്ക് ഒരു ദർശനം, വിഷൻ ആവശ്യമാണ്. ആത്മാർത്ഥമായിട്ട് വിശ്വസ്തയോടുകൂടി ദൈവമാക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും നമ്മൾ പ്രവർത്തിക്കുവാൻ സമർപ്പിക്കുന്നുവെങ്കിൽ ദൈവം എടുത്ത് ഉപയോഗിച്ചുകൊള്ളും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 2 കാര്യങ്ങൾ മാത്രം നിങ്ങളോട് ഉറപ്പായിട്ട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുക. എന്തെങ്കിലും ഒരു സെൽഫിഷ് ഗെയിനോടുകൂടി ശുശ്രൂഷ ചെയ്യണമെന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. മറിച്ച് എല്ലാവരെയും ഒരുപോലെ കാണുവാൻ, എപ്പോഴും ശുശ്രൂഷയിൽ ശ്രമിക്കണം അല്ലെങ്കിൽ പ്രവർത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എന്തെങ്കിലും വേറുകൃത്യം വെച്ച് മാറ്റി നിർത്തുവാനായിട്ടല്ല, എല്ലാവരെയും ഒരുപോലെ ആദരിക്കുവാനും സ്നേഹിക്കുവാനും തീർച്ചയായിട്ടും പരിശ്രമിക്കും എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ. രണ്ടാമത്, എല്ലാ കാര്യത്തിലും നിങ്ങളോടൊപ്പം ഞങ്ങളുടെ കുടുംബം ഉണ്ടാവും. നിങ്ങളുടെ സുഖവും ദുഃഖവും ഒക്കെ പങ്കിടുവാൻ തക്കവണ്ണം കുടുംബത്തിലെ അംഗം പോലെ ഞങ്ങളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണക്കാക്കാം. ഈ 2 കാര്യങ്ങൾ മാത്രമേ വളരെ വിനയത്തോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഈ സഭയുടെ ചുമതലയിൽ പരമേൽപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് പറയുവാൻ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനാപൂർവമായിട്ടുള്ള സഹകരണത്തെ അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. ഈ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾക്ക് യാത്ര ചെയ്ത് ക്വാറന്റൈനിൽ ആയിരുന്നു. 14 ദിവസത്തെ ക്വാറന്റൈൻ കഴിഞ്ഞു. വീണ്ടും 14 ദിവസം ഒബ്സർവേഷനിലാണ്. ഈ സമയത്ത് ഇവിടേക്ക് മൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അക്കാര്യവും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. ഏത് സമയത്തും നിങ്ങളുടേതായിട്ടുള്ള ആവശ്യത്തെ ഫോണിൽ കൂടെ വിളിച്ച് അറിയിക്കാം. ഇവിടെ പാസ്റ്റനയിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ ആളുകളെ പരിചയപ്പെട്ടു വരുവാനായിട്ട് സമയമെടുക്കും. എങ്കിലും നിങ്ങളുടെ കൈത്താങ്ങലും അതോടൊപ്പം തന്നെ സഹകരണവും അഭ്യർത്ഥിക്കുകയും ചെയ്യട്ടെ. ആത്മായ സേവനത്തിനായി വിളിക്കപ്പെട്ടവർ
ഓഗസ്റ്റ് മാസം 1-ാം ഞായറാഴ്ച ആത്മായ സൺഡേയായിട്ട് നാം കൊണ്ടാടാറുണ്ട്. ഇന്നേ ദിവസം ആത്മായ ഞായറാഴ്ചയായിട്ട് ആഘോഷിക്കുവാൻ തക്കവണ്ണം വേർതിരിച്ചിരിക്കുന്നു. പക്ഷേ ഈ മഹാമാരിയുടെ പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ നമുക്ക് ഡെപ്യൂട്ടേഷൻ, പ്രസംഗമോ ക്രമീകരണമോ ഒന്നും ചെയ്യുവാൻ കഴിയുന്നില്ല. എങ്കിലും ഇന്നത്തെ ലേ മിനിസ്ട്രി ആരാധനയുടെ വിവിധ ഭാഗങ്ങളിൽ നമ്മളുടെ ആത്മായ ശുശ്രൂഷകർ, ആത്മായ അംഗങ്ങൾ നേതൃത്വം നൽകുമ്പോൾ നമ്മുടെ ആത്മായ ഫെലോഷിപ്പിനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാം. വിറ്റ്നസ് ഓഫ് ദി പീപ്പിൾ ഓഫ് ഗോഡ്, ആത്മായ സേവനത്തിനായി വിളിക്കപ്പെട്ടവർ. മാർട്ടിൻ ലൂതർ കിങ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്: എവരിബഡി ക്യാൻ ബി ഗ്രേറ്റ് ബിക്കോസ് എനിബഡി ക്യാൻ സെർവ്. എല്ലാവർക്കും മഹാന്മാരായി തീരുവാൻ കഴിയും, കാരണം ആർക്കും ശുശ്രൂഷകരാകുവാൻ പറ്റും എന്നുള്ളത് കൊണ്ടാണ്. യു ഡോണ്ട് ഹാവ് എ കോളേജ് ഡിഗ്രി ടു സെർവ്. You don't have to make your subject and verb agree to serve. ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഒരു കോളേജ് ഡിഗ്രിയുടെ ആവശ്യമില്ല. ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സബ്ജക്റ്റും വേർബും ഒന്നും ഒത്തുവരണമെന്നില്ല. You only need a heart full of grace, a soul generated by love. ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കൃപ നിറഞ്ഞ ഒരു ഹൃദയവും സ്നേഹം നിറഞ്ഞ ഒരു മനസ്സും മാത്രം മതിയാവും. നമ്മൾ വായിച്ച വേദഭാഗങ്ങളിലൂടെ നാം ശ്രദ്ധിക്കുമ്പോൾ 3 ചിന്തകളെയാണ് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പഴയ നിയമ വേദഭാഗമായിട്ട് വായിച്ച നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം. ആ വേദഭാഗത്തിൻ്റെ വെളിച്ചത്തിൽ ഇന്നത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒന്നാമത് എനിക്ക് പറയുവാനായിട്ടുള്ളത്, എനിക്കും നിങ്ങൾക്കും ശുശ്രൂഷയ്ക്കായി ഒരു യുണീക്ക് കോൾ ഉണ്ട് എന്നുള്ളതാണ്. എനിക്കും നിങ്ങൾക്കും ശുശ്രൂഷയ്ക്കായി അതുല്യമായിട്ടുള്ള, അനന്യമായിട്ടുള്ള ഒരു വിളിയുണ്ട്. ഈച്ച് പേഴ്സൺ ഹാവ് എ യുണീക്ക് കോളിംഗ്. വ്യത്യസ്തമായിട്ടുള്ള കഴിവുകൾ ദൈവം നമുക്ക് നൽകി നമ്മളെ വിവിധ ഇടങ്ങളിലും സ്ഥാനങ്ങളിലും ആക്കിയിരിക്കുകയാണ്. ദൈവം ഓരോരോ ചുമതലകൾ നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പറയും, അടുക്കളയിലാകട്ടെ, അരങ്ങത്താകട്ടെ, ജോലിസ്ഥലത്താകട്ടെ, ദേവാലയത്തിലാകട്ടെ, നമ്മളെ വിവിധ ഇടങ്ങളിലും സ്ഥാനങ്ങളിലും ദൈവം ആക്കിയിരിക്കുമ്പോൾ നാം മാത്രം ചെയ്തു തീർക്കേണ്ട ഒരു ദൗത്യം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്. ഞാനും നിങ്ങളും മാത്രം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ദൗത്യത്തെ പൂരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ ചെയ്തു തീർക്കേണ്ടുന്ന ദൗത്യം മറ്റൊരാൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നതായിട്ടുള്ള ദൗത്യം ഞാൻ തന്നെ പൂരിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഈ ലോകത്തിൽ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നത് ആ ദൗത്യത്തെ പൂർത്തീകരിക്കാനായിട്ടാണ്. 1-2 ആഴ്ചകൾക്ക് മുമ്പ് ക്രിസ്തീയ കാര്യവിചാരകത്വത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു. കാര്യവിചാരകന്മാരായിട്ട് ദൈവം നമ്മെ ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. ഒരു കാര്യവിചാരകനെ സംബന്ധിച്ച് വിശ്വസ്തത അവനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ആത്മാർത്ഥത അവനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കാര്യവിചാരകൻ കണക്ക് ബോധിപ്പിക്കുവാൻ ബാധ്യസ്ഥനാണെന്നും ദൈവവചനം ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ളവരെ, ആത്മായ സേവനത്തിനായിട്ട് വിളിക്കപ്പെട്ടവർ എന്നുള്ള വചനത്തെ നാം പഠിക്കുമ്പോൾ, എന്നെയും നിങ്ങളെയും ആക്കിയിരിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലും ഞാൻ ചെയ്തു തീർക്കേണ്ടുന്ന ദൈവിക ദൗത്യം എന്തെന്ന് തിരിച്ചറിയുക, അതിനെ പൂരിപ്പിക്കുക. നമ്മളിന്ന് വായിച്ച നെഹമ്യാവിൻ്റെ പുസ്തകം
മൂന്നാമത്തെ അധ്യായം മുഴുവൻ, പ്രത്യേകിച്ച് അതിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ധാരാളം ആളുകളെക്കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. ഒരു പ്രത്യേക ദൂത് അവിടെ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിയേക്കാം. അവിടുത്തെ പരാമർശ വിഷയം എന്ന് പറയുന്നത് യെരൂശലേമിൻ്റെ മതിൽ പണിയുക എന്നുള്ളതാണ്. നെഹമ്യാവിൻ്റെ പുസ്തകം ആരംഭിക്കുന്നത് തന്നെ യെരൂശലേമിൻ്റെ തകർന്നു കിടക്കുന്ന മതിലിൻ്റെ അരക്ഷിതാവസ്ഥയെ നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടിക്കൊണ്ടാണ്. യെരൂശലേം ദേവാലയം പുതുക്കി പണിതു എങ്കിൽ തന്നെയും മതിലിൻ്റെ പണി തുടങ്ങുവാൻ തക്കവണ്ണം അവർക്ക് കഴിഞ്ഞിരുന്നില്ല. കാരണം മതിൽ പണിത് കഴിഞ്ഞാൽ പേർഷ്യൻ രാജാവ് ഈ യഹൂദ ജനതയോട് ചിലപ്പോൾ ശത്രുത പുലർത്തിയേക്കാം. കാരണം രാജാവിനോടുള്ള വെല്ലുവിളിയായിട്ട് രാജാവിന് തോന്നിക്കഴിഞ്ഞാൽ ഈ ജനതയെ ചിലപ്പോൾ പേർഷ്യൻ രാജാവ് വെറുത്തുപോയേക്കാം. അതുകൊണ്ട് മതിൽ പണിയുക എന്നുള്ളത് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു. യെരൂശലേമിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ വന്നപ്പോൾ യെരൂശലേമിൻ്റെ തകർന്നു കിടക്കുന്ന മതിലിനെക്കുറിച്ചുള്ള കാര്യങ്ങളെ ചോദിച്ചറിയുന്ന നെഹമ്യാവ് ഈ അരക്ഷിതാവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ വേദനയോടുകൂടി കരയുകയാണ്. തൻ്റെ പിതാക്കന്മാർ ചെയ്തു പോയ പാപത്തെക്കുറിച്ച് അനുദപിക്കുകയാണ്. അരട്ടിലും വെണ്ണീറിലും കിടക്കുന്ന നെഹമ്യാവ്, ഉപവാസത്തെ അനുഷ്ഠിക്കുന്ന നെഹമ്യാവ്. പ്രിയമുള്ളവരെ, നാമും ഇന്ന് ഒരു അരക്ഷിതാവസ്ഥയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യത്തിൻ്റെ മധ്യത്തിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാനും ദേശത്തിന് സംഭവിച്ചിരിക്കുന്നതായിട്ടുള്ള ഈ ദുരന്തത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയിരിക്കുന്ന കുറവുകളെ ഓർത്ത് അനുദപിക്കുവാനായിട്ടും കഴിയണം. നമുക്കറിയാം, റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് നെഹമ്യാവ് രാജാവിൻ്റെ മുമ്പിൽ കാര്യം ബോധിപ്പിക്കുന്നു. രാജാവ് നെഹമ്യാവിനെയും കൂട്ടരെയും മതിലു പണിയുവാൻ തക്കവണ്ണം അയക്കുകയാണ്. ഇപ്രകാരം യെരൂശലേമിൽ എത്തിയതായിട്ടുള്ള നെഹമ്യാവ് മതിലു പണിയുന്ന സാഹചര്യത്തെക്കുറിച്ചാണ് ഇവിടെ വിശദീകരിക്കുന്നത്. ഈ വേദഭാഗത്ത് മതിലു പണിയിൽ പങ്കുചേർന്ന ധാരാളം വ്യക്തികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ഇസ്രായേൽ സമൂഹത്തിൻ്റെ വിവിധ തുറയിലുള്ളവർ ഈ മതിലു പണിയിൽ പങ്കുചേരുകയാണ്. മഹാപുരോഹിതന്മാരുണ്ട്, തച്ചന്മാരുണ്ട്, തട്ടാന്മാരുണ്ട്, പുരോഹിതന്മാരുണ്ട്, പ്രഭുക്കന്മാരുണ്ട്, കച്ചവടക്കാരുണ്ട്, തെക്കോലോഗ്യരുണ്ട്. എന്നാൽ ആ വേദഭാഗത്ത് ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. അവിടെ പറയുന്നു, തെക്കോലോഗ്യർ ഈ മതിലുപണിയിൽ പങ്കുചേർന്നു എങ്കിൽ തന്നെയും അവിടുത്തെ ശ്രേഷ്ഠന്മാർ, അവരിലെ ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്കായി ചുമൽ കൊടുത്തില്ല. നോക്കുക, സമൂഹത്തിൻ്റെ വിവിധ തുറയിലുള്ളവർ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ചുമൽ കൊടുക്കുകയാണ്. കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ചുമൽ കൊടുക്കുകയാണ്. ഭാരവാഹിയായി, ചുമട് താങ്ങിയായി ഇസ്രായേൽ സമൂഹത്തിലെ ഓരോ കൂട്ടരും പ്രവർത്തിച്ചപ്പോൾ മതിലുപണി പൂർത്തീകരിപ്പാൻ തക്കവണ്ണം അവർക്ക് സാധിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും തകർന്ന സാമൂഹിക അവസ്ഥയിലൂടെ മുമ്പോട്ട് പോകുന്ന ചുറ്റുപാടുകളുടെ മധ്യത്തിൽ ഒരു ദൗത്യം നിറവേറ്റുവാനായിട്ടുണ്ട്. കർത്താവിൻ്റെ വേലയ്ക്കായി ചുമല് കൊടുക്കുന്ന ദൗത്യം, കർത്താവിൻ്റെ വേലയ്ക്കായി ഭാരവാഹിയാകുന്ന, ചുമടുതാങ്ങിയാകുന്ന ദൗത്യത്തെ നിറവേറ്റുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നുണ്ടോ? ഒന്നാമത് ഞാൻ പറയുവാൻ ആഗ്രഹിച്ചത്, എനിക്കും നിങ്ങൾക്കും ശുശ്രൂഷയ്ക്കായി അനന്യമായിട്ടുള്ള, അതുല്യമായിട്ടുള്ള, യുണീക്കായിട്ടുള്ള ഒരു വിളിയുണ്ട്. ആ വിളിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്കായി ചുമടുകൊടുക്കുന്ന ദൗത്യത്തെ നിർവഹിക്കുവാൻ തക്കവണ്ണം സാധിക്കണം. എന്താണ് എന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവവേലയിൽ ഞാൻ പൂരിപ്പിക്കേണ്ടുന്നത് എന്താണ്? ഈ ചങ്ങലയിൽ ദൈവരാജ്യ ദൗത്യ നിർവഹണത്തിൽ എൻ്റെ ഭാഗം എന്താണ്? ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ മാത്രമേ ദൈവിക വേലയും ദൈവിക സേവനവും നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. രണ്ടാമതായിട്ട് നമ്മൾ വായിച്ചു കേട്ടതായിട്ടുള്ള സുവിശേഷ വേദഭാഗം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം
20 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഈ സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കണം എന്നുള്ളതാണ്. ലക്ഷ്യവും മാർഗവും പരസ്പര പൂരിതമായിരിക്കണം. മറ്റൊരു പദത്തിൽ പറഞ്ഞാൽ വിശ്വാസവും പ്രവൃത്തിയും ഒന്നായിരിക്കുക. എങ്ങനെയും ജീവിച്ച് ദൈവരാജ്യം സ്വന്തമാക്കുക എന്നുള്ള ഒരു ഗോളോടുകൂടി, ലക്ഷ്യത്തോടുകൂടി പോവുകയല്ല, മറിച്ച് നിന്റെ വഴിയാണ് നിന്റെ ലക്ഷ്യത്തെ നിർണയിക്കുന്നത് എന്ന് ഈ വേദഭാഗം നമുക്ക് വ്യക്തമാക്കി നൽകുകയാണ്. മത്തായിയുടെ സുവിശേഷം നാം വായിക്കുമ്പോൾ സെബദിപുത്രന്മാരുടെ അമ്മ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് യേശുവിനോടൊരു അപേക്ഷ കഴിക്കുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ സെബദിപുത്രന്മാർ തന്നെ ചെന്ന് യേശുവിനോട് ഈ ആവശ്യം പറഞ്ഞുവെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ അമ്മ പറയുകയാണ്, എൻ്റെ 2 പുത്രന്മാരെ നിന്റെ രാജ്യത്തിൽ ഇടത്തും വലത്തും ഇരിക്കുവാൻ അവകാശം നൽകണം. നമ്മൾ നോക്കുമ്പോൾ ഈ അമ്മയുടെ അപേക്ഷയിൽ തെറ്റായിട്ടൊന്നുമില്ല. ഈ അമ്മയ്ക്ക് ഈ മക്കളെക്കുറിച്ചുള്ള ലക്ഷ്യം നല്ലതു തന്നെയാണ്. കാരണം ദൈവരാജ്യത്തിലാണ് അവകാശം ചോദിച്ചിരിക്കുന്നത്. മാത്രമല്ല, യേശുവിനെ ഒരു രാജാവായി, ക്രിസ്തുവായി, മശിഹയായിട്ട് അംഗീകരിച്ചുകൊണ്ടുള്ള ഈ അമ്മയുടെ വലിയൊരു പ്രതീക്ഷ കൂടെയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഇതിനോട് ചേർന്നുള്ള 2 ഭാഗങ്ങൾ കൂടെ, ഇതിന് മുമ്പിലുള്ള വേദഭാഗവും ഇതിന് ശേഷമുള്ള ഭാഗം കൂടെ ഒത്തുചേർത്തുകൊണ്ട് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. ഇതിന് മുൻപുള്ള ഭാഗത്ത് പറയുന്നത് മുന്തിരിത്തോട്ടത്തിലെ വേലക്കാരെക്കുറിച്ചാണ്. ആ സംഭവം യേശു വിശദീകരിച്ച്, ആ ഉപമ യേശു വിശദീകരിച്ചതിന് ശേഷം പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: മുമ്പന്മാർ പിമ്പന്മാരും പിമ്പന്മാർ മുമ്പന്മാരുമായി തീരും. അതിനുശേഷമാണ് ഈ അമ്മ വന്ന് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ഈ അമ്മ ആവശ്യം ഉന്നയിച്ചതിന് ശേഷം നടക്കുന്ന മറ്റൊരു സംഭവമാണ് അടുത്ത അധ്യായത്തിൽ യേശുവിൻ്റെ രാജകീയമായിട്ടുള്ള യെരുശലേം പ്രവേശനം. നോക്കുക, ഈ 2 സംഭവങ്ങളുടെ മധ്യത്തിൽ ഈ അമ്മയുടെ അപേക്ഷ, അമ്മയുടെ ഈ ഒരു അപേക്ഷയിൽ സ്വാർത്ഥതയുടെ ഒരു വലിയ തെളിച്ചമല്ലേ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അധികാരത്തിൻ്റെ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ ഒരു താല്പര്യത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് ഈ അമ്മ ഈ അപേക്ഷ കഴിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, സ്വർഗം കിട്ടാൻ വേണ്ടി നമ്മൾ നെട്ടോട്ടം ഓടുന്ന ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത്. നമുക്ക് എങ്ങനെയും ജീവിക്കുക, പക്ഷെ നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അല്ലെ സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. ഇന്നത്തെ പ്രോസ്പെരിറ്റി ഗോസ്പലൊക്കെ അതാ. നമുക്ക് എങ്ങനെയും ജീവിക്കുക എന്നുള്ളത് വലിയൊരു പ്രശ്നമല്ല, മറിച്ച് എനിക്ക് എൻ്റെ കാര്യം സാധിക്കണം, എൻ്റെതായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും സാക്ഷാത്കരിക്കപ്പെടണം. ഇവിടെ യേശു തമ്പുരാൻ പറയുന്ന 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. യേശു പറയുകയാണ്, ഇടത്തും വലത്തും ഇരിക്കുന്നതിനുള്ള അവകാശം നൽകുന്നത് എൻ്റെ പിതാവാണ്. പിതാവ് ആർക്ക് നൽകുന്നുവോ അവനാണ് അവകാശം ലഭിക്കുന്നത്. നിന്റെ എന്തെങ്കിലും പുണ്യപ്രവൃത്തി മൂലമല്ല നിനക്ക് അവകാശം ലഭിക്കുന്നത്, മറിച്ച് എൻ്റെ പിതാവിൻ്റെ തീരുമാനം മാത്രമാണ്. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് എനിക്കും നിങ്ങൾക്കും ദൈവരാജ്യത്തിൻ്റെ ഓഹരി ലഭിക്കുന്നതിനുള്ള ഘടകം. ഒരു കാര്യം കൂടെ കർത്താവ് അതിനോട് ചേർത്ത് ഇവിടെ ഈ അമ്മയെ ഓർമ്മപ്പെടുത്തുകയാണ്: ലക്ഷ്യം സാധൂകരിക്കുന്ന പ്രവൃത്തി വേണം. ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന പ്രവൃത്തി നിന്റെ ജീവിതത്തിലുണ്ടാകണം. അതുകൊണ്ടാണ് യേശു ഇവിടെ പറയുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നീ കുടിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ഇത് അവകാശമാക്കുവാൻ കഴിയുകയുള്ളൂ. എന്താണ് യേശു കുടിച്ച പാനപാത്രം? അത് കഷ്ടതയുടെ പാനപാത്രമാണ്. എങ്ങനെയായിരിക്കണം നമ്മുടെ വഴിത്താര എന്ന് യേശു ഇതിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. യേശു നമുക്ക് കാണിച്ചു തന്ന വഴിത്താര
വ്യത്യസ്തമായിട്ടുള്ള വഴിത്താരയാണ്, ഒരു ഓൾട്ടർനേറ്റീവ് ഓർഡറാണ്. നമുക്കറിയാം, ഇതിന് ശേഷം വരുന്ന ഭാഗത്ത് യേശുക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനമാണ്. കഴുതക്കുട്ടിപ്പുറത്ത് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന കർത്താവിനെ വസ്ത്രം വിരിച്ചും മരച്ചില്ലകളിട്ടും ഒരു രാജാവിനെ പോലെ ജനം സ്വീകരിക്കുകയാണ്. ഹോസന്ന ഹോസന്ന, ഇപ്പോൾ രക്ഷിക്കാം. യെരുശലേമിൽ ദാവീദിന്റെ സിംഹാസനത്തിലിരുന്ന അധികാരത്തിൽ വാണരുളുന്ന ഒരു കർത്താവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ ജനം അവനെ സ്വീകരിച്ച് ആനയിക്കുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വഴിത്താര വ്യത്യസ്തമായിരുന്നു. അവൻ ഏറ്റെടുത്ത സിംഹാസനം രാജകീയ സിംഹാസനമല്ലായിരുന്നു, മറിച്ച് ക്രൂശ് എന്ന സിംഹാസനമായിരുന്നു. അവൻ്റെ തലയിൽ വെച്ചത് കിരീടമല്ലായിരുന്നു, മറിച്ച് മുൾക്കിരീടമായിരുന്നു. യേശു ഇവിടെ ഈ അമ്മയോട് പറയുകയാണ്, ഞാൻ ഏറ്റെടുത്ത പാനപാത്രം, ഞാൻ ഏറ്റെടുത്ത കഷ്ടതയുടെ പാനപാത്രം, എൻ്റെ വഴിത്താര എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ജീവൻ നൽകുവാൻ, മറ്റുള്ളവർക്ക് നന്മ നൽകുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ സേവിക്കുവാൻ ഏറ്റെടുക്കുന്ന കഷ്ടതയാണ്. പ്രിയമുള്ളവരെ, നമ്മളുടെ മാർഗമാണ് ലക്ഷ്യത്തെ സാധൂകരിക്കുന്നത്. ഈ കഷ്ടതയുടെ പാനപാത്രം ഏറ്റെടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ വഴിത്താരകളിലൂടെ അവൻ്റെ പാതയെ പിൻപറ്റി ജീവിക്കുന്ന ശിഷ്യഗണങ്ങൾക്കാണ് ഈ ദൈവരാജ്യത്തിൻ്റെ അവകാശം ലഭ്യമാകുന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്തുവാൻ വീണ്ടും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മറ്റുള്ളവരെ സേവിക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ ആദരിക്കുവാൻ, മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുവാൻ കർത്താവ് ഈ കഷ്ടതയുടെ പാനപാത്രം ഏറ്റെടുത്തുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും ഈ ഒരു വലിയ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ പാനപാത്രവാഹകരായി തീരുവാൻ കഴിയുമോ? ലക്ഷ്യമാണ്, ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന പ്രവൃത്തി നമുക്ക് ഏറ്റവും ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും അധികാരത്തിൻ്റെയും സ്ഥാനമാനത്തിൻ്റെയും ലക്ഷ്യത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്നവരാ. പക്ഷേ മറ്റുള്ളവരെ കരുതുന്നതിനു വേണ്ടി, സേവിക്കുന്നതിനു വേണ്ടി ഏൽക്കേണ്ടി വരുന്ന കഷ്ടത ക്രൂശിൻ്റെ മാർഗമെന്ന് ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കഴിയണം. മൂന്നാമത്തെ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. സേവനത്തിൻ്റെ പ്രായോഗികത കാൽകഴുകൽ ശുശ്രൂഷയിലൂടെ വെളിപ്പെടുകയാണ്. സേവനത്തിൻ്റെ പ്രായോഗികത കാൽകഴുകൽ ശുശ്രൂഷയിലൂടെ. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത്. നോട്ട് ടു ബി സെർവ്ഡ് ബട്ട് ടു സെർവ്. CSI മധ്യകേരള മഹായിടവക കുറിവാക്യമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നതും ഈ വാക്യം തന്നെയാണല്ലോ. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായത്തിൽ ഈ അമ്മ ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ബാക്കി 10 പേരും ഇവരോട് നീരസപ്പെടുകയാണ്. അവരോട് യേശു പറയുന്ന ഒരു വാക്യമുണ്ട്, മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ ശുശ്രൂഷക്കാരനാകണം, ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ദാസനാകണം. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ ശുശ്രൂഷക്കാരനാകണം, ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ ദാസൻ ആകണം. ഇതേ വാക്യം തന്നെ ലൂക്കോസിന്റെ സുവിശേഷം 22-ാമത്തെ അധ്യായം 27-ാമത്തെ വാക്യത്തിൽ യേശു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, ഞാനോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷക്കാരനെ പോലെ വന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ ഇതിന് തത്തുല്യമായിട്ടുള്ള ഒരു കാര്യം യേശു പറയുമ്പോൾ അവിടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് കാൽകഴുകൽ ശുശ്രൂഷ. ശുശ്രൂഷയുടെ പ്രായോഗികതയെ കാൽകഴുകലിലൂടെ യേശു വരച്ചു കാട്ടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായം. ഈ 13-ാമത്തെ അധ്യായത്തിൽ ഈ കാൽകഴുകൽ ശുശ്രൂഷയ്ക്ക് മുൻപായിട്ടും അതിന് ശേഷവും
യേശു പറയുന്ന രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഈ രണ്ട് ബ്രാക്കറ്റിനുള്ളിലാണ് യേശുവിൻ്റെ ഈ കാൽകെടുകൾ ശുശ്രൂഷ നടക്കുന്നത്. 13-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവസ്നേഹത്തെക്കുറിച്ചാണ് പറയുന്നത്. 13-ാമത്തെ അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് 34-ാമത്തെ വാക്യത്തിൽ തമ്മിൽ സ്നേഹിക്കണം എന്നതിനെക്കുറിച്ച് പറയുന്നു. നമ്മളിത് വായിച്ച് സുവിശേഷ വേദഭാഗം കഴിയുമ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ചുരുക്കത്തെക്കുറിച്ച് യേശു പഠിപ്പിക്കുന്നുണ്ട്. ന്യായപ്രമാണത്തിൻ്റെ ചുരുക്കവും ഇത് തന്നെയാണ്: ദൈവത്തെ സ്നേഹിക്കുക, തമ്മിൽ സ്നേഹിക്കുക. ഈ ന്യായപ്രമാണത്തിൻ്റെ ചുരുക്കമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ യേശു പറയുന്ന ഈ രണ്ട് ബ്രാക്കറ്റുകളുടെ മധ്യത്തിലാണ്, ഈ രണ്ട് സംഭവങ്ങളുടെ, രണ്ട് കാര്യങ്ങളുടെ മധ്യത്തിലാണ് കാലുകെടുകൾ ശുശ്രൂഷ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ന്യായപ്രമാണത്തിൻ്റെ ചുരുക്കം, സ്നേഹത്തിൻ്റെ പ്രായോഗികത കാലുകഴുകലിലൂടെ വേണം എന്ന് യേശു പഠിപ്പിക്കുകയാണ്. ന്യായപ്രമാണത്തിൻ്റെ പ്രായോഗികത കാൽകഴുകൽ എന്ന സേവനത്തിലൂടെ നമുക്ക് നിറവേറ്റുവാൻ കഴിയണം. 13-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്: പിതാവ് സകലവും തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നുവെന്നും താൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്ന് പിതാവിൻ്റെ അടുക്കലേക്ക് മടങ്ങി പോകുന്നു എന്നും യേശു അറിഞ്ഞിരിക്കെ അവൻ അരയിൽ ഒരു തുവർത്ത് ചുറ്റി അവരുടെ കാലിൻ്റെ അരികിലേക്ക്, അവരുടെ പാദപീഠത്തിലേക്ക് ഇരിക്കുകയാണ്. എല്ലാ അധികാരവും തനിക്ക് ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കെ തന്നെ ശിഷ്യൻ ഗുരുവിൻ്റെ കാൽ കഴുകേണ്ട സ്ഥാനത്ത് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാൻ തക്കവണ്ണം സേവനത്തിൻ്റെ പ്രായോഗികതയെ നമുക്ക് കാണിച്ചു നൽകുന്ന ഒരു യേശുവിനെ നമുക്കിവിടെ കാണുവാൻ കഴിയും. സെർവൻറ്റ് ലീഡർഷിപ്പ്. പ്രിയമുള്ളവരെ, സേവനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ സെർവൻറ്റ് ലീഡർഷിപ്പാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ആരുടെ കാലാണ് യേശു കഴുകിയത്? തന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ്റെ, തന്നെ തള്ളിപ്പറഞ്ഞ് ഓടിപ്പോകുന്നവൻ്റെ, തന്നെ വിട്ടിട്ട് മാറിപ്പോകുന്ന ശിഷ്യന്മാരുടെ പാദപീഠത്തിങ്കൽ ഇരുന്നു കൊണ്ട് അവരുടെ കാലിനെ കഴുകുന്ന യേശു. ആർക്കാണോ താൻ ശുശ്രൂഷ ചെയ്യുന്ന അവരുടെ യോഗ്യത ഒന്നും നോക്കിയിട്ടല്ല യേശു അവരുടെ കാൽ കഴുകുന്നത്, മറിച്ച് എന്തായിരിക്കണം സേവനമെന്ന് യേശു ഇവിടെ പഠിപ്പിക്കുക. അവരുടെ പാദപീഠത്തിങ്കൽ ഇരുന്ന് കർത്താവ് അവർക്ക് ശുശ്രൂഷ ചെയ്യുക. ഇന്ന് നമ്മൾ കാണുന്ന ചുറ്റുപാടുകളിലൊക്കെ ഒത്തിരി പാദസേവകൾ നമ്മൾ കാണും. നമ്മുടെ ക്രെഡിബിലിറ്റിയൊക്കെ കളഞ്ഞിട്ട് ആരുടെയും പാദം സേവിക്കുവാൻ മടി കാണിക്കാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വോട്ട് ചെയ്ത് എലക്ട് ചെയ്ത് വിടുന്ന ആള് നാളെ എവിടെയായിരിക്കും നമുക്കറിയാൻ പറ്റത്തില്ല. അത്തരത്തിലുള്ള അത് ഏത് സ്ഥാനത്തെത്തുന്ന പാർലമെൻറ്റിലാകട്ടെ നിയമസഭയിലാകട്ടെ ഇന്നൊന്നും ഇതൊരു വലിയ വിഷയമായിട്ട് മാറുന്നില്ല. തങ്ങളുടേതായിട്ടുള്ള ക്രെഡിബിലിറ്റിയെ പോലും നഷ്ടമാക്കിക്കൊണ്ട് ആരുടെയും പാദസേവ ചെയ്യുവാൻ മടിക്കാത്ത ഒരു ലോകത്തിൽ യേശു നമുക്ക് കാണിച്ചു തരുന്ന മാർഗം വ്യത്യസ്തമാണ്. എന്താണ് ഈ പാദം കഴുകൽ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരെ മാനിക്കുന്നതിൻ്റെ അടയാളമാണ്, മറ്റുള്ളവരെ അംഗീകരിക്കുന്നതിൻ്റെ അടയാളമാണ്, മറ്റുള്ളവരെ ഉൾക്കൊള്ളുന്നതിൻ്റെ അടയാളമാണ്, സേവനത്തിൻ്റെ അടയാളമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അതിന് സാധിക്കുമോ? മറ്റുള്ളവരെ എത്രത്തോളം ഉൾക്കൊള്ളുവാൻ, എത്രത്തോളം മാനിക്കുവാൻ, എത്രത്തോളം നമുക്ക് വലിയവരായിട്ട് എണ്ണുവാൻ കഴിയുമോ? പൗലോസ് അപ്പോസ്തലൻ അതാണല്ലോ പറയുന്നത്, മറ്റുള്ളവരെ നിങ്ങളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണുവീൻ. ഇവിടെ ഒരു കാര്യം കൂടെ സംഭവിക്കുന്നു. ഒരു വലിയ സാക്രമെന്റ് യേശു ഉദ്ഘാടനം ചെയ്യുകയാണ്. തിരുവത്താഴം എന്ന സക്രമെന്റ് സ്ഥാപിക്കുന്നത് ഈ കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് ശേഷമാണ്. നോക്കുക, സേവനത്തിൻ്റെ പ്രായോഗികതയെ, സ്നേഹത്തിൻ്റെ പ്രായോഗികതയെ ശിഷ്യന്മാരെ പഠിപ്പിച്ചതിന് ശേഷം അവരോട് പറയുകയാണ്, അതാണ് മഹാനാകുവാൻ ഇച്ഛിക്കുന്നവൻ ചെയ്യേണ്ടുന്നത്. അതിനുശേഷം കർത്താവ് പറയുകയാണ്, ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ, ഇതെൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുവീൻ. എന്താണ് ഓർക്കേണ്ടുന്നത്? നുറുക്കപ്പെട്ട യേശു, മറ്റുള്ളവരെ സേവിക്കുന്നതിനു വേണ്ടി രക്തം ചീന്തിയ യേശു,
എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ സേവിക്കുന്നതിനു വേണ്ടി നാമും നുറുക്കപ്പെടുവാൻ വലിയൊരു ആഹ്വാനമാണ് ഇത് നൽകുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി നുറുക്കപ്പെടുവാൻ എത്രത്തോളം നമ്മൾ തയ്യാറാകുന്നുണ്ട്? മറ്റുള്ളവർക്ക് വേണ്ടി യാഥാർത്ഥ്യമായി തീരുവാൻ നമ്മൾ എത്രത്തോളം തയ്യാറായി തീരുന്നുണ്ട്? അപ്പോഴാണ് നമ്മുടെ ജീവിതം ഒരു സക്രമന്തായിട്ട് രൂപാന്തരപ്പെടുന്നത്. അതാണ് സേവനത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവം. നമ്മൾ വായിച്ച അപ്പോസ്തല പ്രവൃത്തികളിൽ സ്തേഫാനോസിനെ കുറിച്ച് പറയുന്നുണ്ട്. മേശമേലുള്ള ശുശ്രൂഷ ചെയ്ത സ്തേഫാനോസ്, നമുക്കറിയാം അവസാനം അവൻ തൻ്റെ ജീവിതത്തെ തന്നെ ബലിയർപ്പണം ചെയ്തപ്പോൾ അവൻ സ്വർഗത്തിൻ്റെ മഹിമയിൽ വലിയ ഒരു ദർശനത്തെ കാണുകയാണ്. സ്വർഗത്തിൻ്റെ മഹിമയിൽ കർത്താവിനെ അവൻ ദർശിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്തേഫാനോസിൻ്റെ ജീവിതം തന്നെ ഒരു സാക്രമെന്തായിട്ട് മാറി. മേശമേലുള്ള ശുശ്രൂഷ സാക്രമെന്തിൻ്റെ ശുശ്രൂഷയാണെങ്കിൽ ഇവിടെ സ്തേഫാനോസിൻ്റെ ജീവിതം തന്നെ ഒരു സാക്രമെന്തായിട്ട് മാറി. എനിക്കും നിങ്ങൾക്കും സാക്രമെൻ്റായിട്ട് ഒരു ജീവിതം സമർപ്പണം ചെയ്യുവാൻ കഴിയുമോ? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒന്ന് നുറുക്കി കൊടുക്കുവാൻ, നമ്മുടെ സ്നേഹത്തെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളുടെ കരുതലിനെ, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കുവാൻ, ഒരു നഷ്ടമായി തീരുവാൻ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുക. ഇപ്രകാരം ഞാൻ വായിക്കുകയുണ്ടായി, when you have a heart to serve and help others, it unlocks something in you. നിനക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള മനസ്സുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിൽ ചിലതൊക്കെ അൺലോക്ക് ചെയ്യപ്പെടും. ഇന്ന് മൂന്നാമത്തെ അൺലോക്കും ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. പ്രിയമുള്ളവരെ, തുറന്ന മനസ്സോടെ നമുക്ക് ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യാം. എൻ്റെയും നിങ്ങളുടെയും വിളി എന്തെന്ന് തിരിച്ചറിയാം. മാത്രമല്ല, ലക്ഷ്യത്തെ സാധൂകരിക്കുന്ന ഒരു മാർഗത്തിൻ്റെ സത്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വഴിത്താരകൾ ക്രമീകരിക്കാം. യേശു പ്രവർത്തിച്ചതുപോലെ, യേശു ജീവിച്ചതുപോലെ അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരാം. മാത്രമല്ല, മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണുവാൻ തക്കവണ്ണം, മറ്റുള്ളവരുടെ പാദത്തെ സേവിക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവരെ അംഗീകരിപ്പാൻ, ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം, മറ്റുള്ളവർക്ക് വേണ്ടി നുറുക്കപ്പെടുവാൻ തക്കവണ്ണം ന്യായപ്രമാണത്തിൻ്റെ പ്രായോഗികതയെ എൻ്റെ ജീവിതത്തിൽ ഒരു സാക്രമെന്തായി തീരുന്നതിലൂടെ വെളിപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവായ ദൈവത്തിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മളുടെ വിശ്വാസത്തെ നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ചേർന്ന് ചൊല്ലാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് ജനിച്ചു, പന്തിയോസ് പീലാത്തോസ് കീഴിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു വരുന്ന പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിനു വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന് പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ.
നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ ഇടക്കാരുടെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടൻ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതല്ലോ. ഇന്നത്തേക്കുള്ള പ്രത്യേക അപേക്ഷ, പെന്തക്കോസ്തിന് പിൻപ് 9-ാം ഞായറാഴ്ചത്തേക്കുള്ള അപേക്ഷ, ആത്മായർ സേവനത്തിനായി വിളിക്കപ്പെട്ടവർ, മനസ്സലിവും കാരുണ്യവാനുമായ ദൈവമേ, നിന്റെ പുത്രനെ ദാസ്യവേഷത്തിൽ മനുഷ്യനായി നൽകിയതിനായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ സേവനത്തിൻ്റെയും ശുശ്രൂഷയുടെയും മാതൃകകൾ ഞങ്ങളെ പഠിപ്പിച്ചുവല്ലോ. അവ ഉൾക്കൊണ്ട് ദൈവരാജ്യവ്യാപ്തിക്കും ദൈവനാമ പുകഴ്ചയ്ക്കായും പ്രതിഫലിച്ചുകൂടാതെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അങ്ങനെ ശുശ്രൂഷ ചെയ്യിക്കുകയല്ല, ശുശ്രൂഷിക്കുകയും തൻ്റെ ജീവനെ മറവിലയായി കൊടുക്കുകയും ചെയ്യുകയാണ് ക്രിസ്തുവിൻ്റെ ആഗമനോദ്ദേശമെന്ന് ലോകം അറിയുവാനിടയാക്കണമെന്ന് നിന്നോടും പരിശുദ്ധാത്മാവിനോടും കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സമാധാനത്തിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിൻ്റെ കർത്താവും ഐക്യമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ ദൈവമേ, നിന്നെ അറിയുന്നത് ഞങ്ങളുടെ നിത്യജീവനിരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു. നിന്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ ഉറപ്പോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗിയുടെയും ശക്തിയെ ഭയപ്പെടാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണത്തിലൊക്കെ നിന്റെ താഴ്മയുള്ള ദാസുരായി ഞങ്ങളെ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളണമേ. ആമേൻ. കൃപയ്ക്കായിട്ട് നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവായ കർത്താവേ, ഈ ദിവസത്തിൻ്റെ ആരംഭം വരെ നീ ഞങ്ങളെ സുഖത്തോട് കൊണ്ടുവന്നിരിക്കുന്നു. നിന്റെ മഹാശക്തി കൊണ്ട് ഇന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇന്നേ ദിവസം ഞങ്ങൾ യാതൊരു പാപത്തിലും വീഴാതെയും യാതൊരു ആപത്തിലും അകപ്പെടാതെയും നിന്റെ മുമ്പാകെ നീതിയായിട്ടുള്ളതിനെ എല്ലായ്പ്പോഴും ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ സകല സൽക്രിയകളും നിന്റെ ഭരണത്താൽ നടത്തപ്പെടേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. ആമേൻ. ഈ സമയത്ത് നോട്ടീസായിട്ട് ചില കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തുന്നതാണ്. നോട്ടീസ് പറയുന്നതിനു വേണ്ടി ചർച്ചിൻ്റെ സെക്രട്ടറിയെ ഈ സമയത്ത് ക്ഷണിക്കുന്നു. നോട്ടീസായി ചില കാര്യങ്ങൾ പ്രസ്താവിച്ചുകൊള്ളട്ടെ. കഴിഞ്ഞ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ചെയിൻ പ്രയറിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കട്ടെ. ഇന്നത്തെ ആരാധനയിൽ ഭവനത്തിലിരുന്ന് ഭയഭക്തിയോടെ ആരാധിക്കുന്ന ഏവരെയും ഈ ആരാധനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ആരാധന ഓൺലൈനിൽ ക്രമീകരണം ചെയ്ത എല്ലാവരോടുമുള്ള നന്ദിയെ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ആരാധനയും പ്രസംഗവും നിർവഹിച്ചത് നമ്മുടെ ഇടവകയിലേക്ക് നിയോഗിക്കപ്പെട്ട ബഹുമാനപ്പെട്ട നെബു സക്കറിയ അച്ഛനാണ്. അച്ഛൻ വ്യാഴാഴ്ച, അതായത് 30-ാം തീയതി ചുമതല ഏറ്റെടുത്തു. ഈ സഭയിലുള്ള എല്ലാവരുടെയും നാമത്തിൽ ഞാൻ അച്ഛനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അച്ഛനോടൊപ്പം ഷെല്ലി കൊച്ചമ്മയും ഉണ്ട്. ഒരു മകളുണ്ട്. മകളുടെ പേര് മന്ന. അച്ഛനോടൊപ്പം കൊച്ചമ്മയും മന്നാമോളെയും നമ്മുടെ സഭയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥന അച്ഛനോടും കുടുംബത്തോടും ഉണ്ടാകട്ടെ എന്ന് ആശിക്കുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. സൺഡേ സ്കൂൾ പാഠ്യപദ്ധതി ഓൺലൈനിലൂടെ പ്രസിദ്ധീകരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ സൺഡേ സ്കൂൾ കുട്ടികളും അത് ശ്രദ്ധിക്കുകയും പരീക്ഷയ്ക്കായി ഒരുങ്ങുകയും ചെയ്യണമേ എന്ന് അറിയിക്കുന്നു. ദശാംശ കവർ, ജന്മദിന, വിഭാഗ, വാർഷിക കവറുകൾ
ക്രമമായി ട്രഷാർ വശമോ കപ്യാർ വശമോ കൊടുക്കണമേ എന്ന് അറിയിക്കുന്നു. ഇതുവരെയും സഹകരിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച പിറന്നാൾ ആഘോഷിച്ചവരുടെ പേരുകൾ വായിക്കട്ടെ. ബിനു നൈനാൻ ആഞ്ഞിലിമൂട്ടിൽ, കെ ടി ഉമ്മൻ കുമ്മമ്പുഴ ബിജു ഭവൻ, ശോശാമ നൈനാൻ പുതുപ്പള്ളി തെക്കേതിൽ, കുഞ്ഞമ്മ ജോൺ തുതിക്കാട്ട് വടക്കേതിൽ, റിനു ജോർജ് ഏബ്രഹാം കുറ്റിക്കൽ, മാത്യു ഏബ്രഹാം കൃപാലയം, എ ജെ ഈപ്പൻ ആശാര്യത്ത്, കെ സി ചാക്കോ കുഴിയമ്പുറത്ത്, നൈനാൻ ഫിലിപ്പ് ഗ്രേസ് മന്ദിരം, ലിസി മാത്യു ചേനത്ര ലിജു വില്ല, ലിജു ജോസ് ചാണ്ടി പ്ലാന്തറയിൽ, ആനി ജൂല ഇടുക്കള താനോത്തർ നമ്പർ 2, ചെറിയാൻ ജേക്കബ് ആര്യാട്ട്, സിലു മാത്യു തുതിക്കാട്ട് വടക്ക്, സി വി കോശി ചേനത്രയിൽ മോടി വടക്കേതിൽ, ഫ്ലെജി ജിബിൻ വർഗീസ് വലിയ വീട്, ബിജിൻ ബിജു ബിജിൻ വില്ല, ജോർജ് ഊട്ടി ശാമുവൽ പെരുങ്കുഴി വടക്കേതിൽ, ടി ഇ ജോൺ തെറ്റിക്കുഴി തെക്ക് കിഴക്ക്, സിനി ചാക്കോ പെരുങ്കുഴി വടക്കേതിൽ, ഉമ്മൻ ജോൺ പാറയിടയിൽ, വർഗീസ് ചെറിയാൻ കാട്ടൂർ, മറിയാമ്മ ഫിലിപ്പ് കരിമ്പിൽ തകിടിയിൽ. ഈ പ്രിയപ്പെട്ടവർക്ക് സഭയുടെ പിറന്നാൾ ആശംസകൾ. വിവാഹ വാർഷികം ആഘോഷിച്ചവർ: മിസ്സസ് ആൻഡ് മിസ്റ്റർ കെ പി തോമസ് കടക്കൽ കിഴക്കേതിൽ നമ്പർ 5, മിസ്സസ് ആൻഡ് മിസ്റ്റർ ജോൺ മാത്യു പൂമുട്ടിൽ വട്ടപ്പറമ്പിൽ, മിസ്സസ് ആൻഡ് മിസ്റ്റർ ജേക്കബ് തോമസ് വലിയ വീട്ടിൽ, മിസ്സസ് ആൻഡ് പ്രൊഫസർ ജോർജ് ജേക്കബ് ദിൽകുഷ് ഭവൻ, മിസ്സസ് ആൻഡ് മിസ്റ്റർ ബിജോയ് മാത്യു ആഞ്ഞിലിമൂട്ടിൽ മീനത്തേതിൽ. ഈ കുടുംബാംഗങ്ങൾക്ക് സഭയുടെ ആശംസകൾ. കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനവും വിവാഹ വാർഷികവും കൊണ്ടാടിയ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് സമയത്ത് പ്രാർത്ഥിക്കാം. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ വാഴ്ത്തും. കരുണാസമ്പന്നനും പരിശുദ്ധനുമായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞ ആഴ്ചയിൽ ജന്മദിനം കൊണ്ടാടിയ എല്ലാവരെയും, അതോടൊപ്പം തന്നെ കുടുംബജീവിതത്തിൽ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ച പ്രിയ മക്കളെയും വിവരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൻ്റെ ഈ നാൾ വരെയും കരുണയോടെ കൃപയോടെ പ്രിയ മക്കളെ പരിപാലിച്ചു. പ്രത്യേകിച്ച് കഴിഞ്ഞൊരു വർഷക്കാലം ദൈവത്തിൻ്റെ ധാരാളമായിട്ടുള്ള കൃപ അവരുടെ ജീവിതത്തിൽ പകർന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിത്യനായിട്ടുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അവരുടെ പുതുവർഷം ദൈവത്തിലെ ഏറ്റവും ധന്യകരമാക്കി തീർക്കണമേ. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, പ്രവർത്തിക്കുന്ന ഇടങ്ങളിലും സ്ഥാനങ്ങളിലുമൊക്കെ കർത്താവിൻ്റെ ദൗത്യത്തെ, സേവനത്തെ വിശ്വസ്തയോടുകൂടി നിറവേറ്റുവാൻ തക്കൊണ്ട് അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്തിൻ്റെ മധ്യത്തിൽ അവരുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ശക്തി കൊടുക്കണമേ. ആപത്തും അനർത്ഥങ്ങളിൽ നിന്നും വിടുവിക്കണമേ. സമാധാനവും സന്തോഷവും അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും നൽകണമേ. സ്വർഗീയ പിതാവിൻ്റെ തിരുക്കരങ്ങൾ അവരെ സുരക്ഷിതമായിട്ട് കാത്തു സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, കുടുംബത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന പ്രിയമക്കൾക്കായിട്ടും പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവർക്കായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്ത് അപേക്ഷിക്കുന്നു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങളെ യഹോവയെ സേവിക്കുമെന്ന് അവരുടെ ജീവിതത്തിൽ നല്ല ഉറച്ച തീരുമാനത്തെ എടുക്കുവാൻ തുടർന്നും സഹായിക്കണമേ. കരുതുവാനും സ്നേഹിപ്പാനുള്ള ഒരു മനസ്സ് കൊടുക്കണമേ. കൃപയാൽ അവിടുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. യേശു മശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ക്രിസ്തീയ ഗീതങ്ങളിൽ 455 ഗീതം ഈ സമയത്ത് പാടാവുന്നതാണ്. 1 മുതൽ 5 വരെയുള്ള സ്റ്റാൻസാസ് ആൻഡ് 12ാമത്തെ സ്റ്റാൻസ. ഗീതം 455 1 മുതൽ 5 വരെയുള്ള ചരണങ്ങളും
12ാമത്തെ ചരണവും ഈ സമയത്ത് ചേർന്ന് പാടാവുന്നതാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ആത്മായ ഞായറാഴ്ചയായിട്ട് ഇന്ന് നാം കൊണ്ടാടുന്നു. പ്രതികൂലമായിട്ടുള്ള സാഹചര്യമായതുകൊണ്ട് ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിപ്പാൻ നമുക്ക് കഴിയുന്നില്ല. ആത്മായ സേവനത്തിനായിട്ട് വിളിക്കപ്പെട്ടവർ എന്നുള്ള വിഷയം നമുക്ക് വചനത്തിലൂടെ ശ്രവിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞുവല്ലോ. ദൈവികമായിട്ടുള്ള വിളി എന്തെന്ന് ഗ്രഹിച്ചുകൊണ്ട്
ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ ഞങ്ങളുടെ പ്രവൃത്തികൾക്കും ഞങ്ങളുടെ മാർഗത്തിനും പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുവാനും ക്രിസ്തുവിൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന് വേണ്ടി ഒരു സക്രമന്തായിട്ട് തീരുവാൻ, നുറുക്കപ്പെടുവാൻ, മറ്റുള്ളവരുടെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിപ്പാൻ, മറ്റുള്ളവരെ അംഗീകരിപ്പാൻ, ഉൾക്കൊള്ളുവാൻ യേശുനാഥ ഈ നാളുകളിൽ ഞങ്ങൾക്ക് മനസ്സേകണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ദൈവസ്നേഹത്തെ തിരിച്ചറിഞ്ഞ ഞങ്ങൾക്ക് കർത്താവേ ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ സ്നേഹത്തെ വെളിപ്പെടുത്തുവാൻ, യാഗാർപ്പിതമായിട്ടുള്ള യേശുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കി ജീവിപ്പാൻ അവിടുന്ന് കൃപയേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലൂടെ സഭ, ഈ ദേശം, ഈ ലോകം മുമ്പോട്ട് പോകുന്നു. മഹാമാരിയുടെ പ്രതിസന്ധിയിൽ കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രതിസന്ധിയിൽ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർ, ശാസ്ത്രലോകത്ത് പ്രവർത്തിക്കുന്നവർ, ക്രമസമാധാന രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർ, രാഷ്ട്ര നേതാക്കന്മാർ, ചെറുതും വലുതുമായിട്ടുള്ള ദൗത്യത്തിലൂടെ സൗഖ്യദായക ശുശ്രൂഷയ്ക്കായിട്ട് യത്നിക്കുന്നവർ, ശാസ്ത്രജ്ഞന്മാർ, ഇവരൊക്കെ ഓർത്തുകൊണ്ട് ഈ മഹാമാരിയുടെ വിടുതൽ കർത്താവേ നീ എത്രയും വേഗം സാധ്യമാക്കി നൽകണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവേ ദാവീദ് പുത്ര കരുണ തോന്നണമേ എന്ന് നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ സഭയെയും ഓരോ കുടുംബങ്ങളെയും ഓർക്കാം. പ്രയാസത്തിനും ദുഃഖത്തിനും ഭാരത്തിനും കഴിയുന്നവരെ ഓർത്തുകൊണ്ട് അപേക്ഷിക്കാം. രോഗികളായിട്ട് കഴിയുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. വേർപാട് ദുഃഖത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ദേശത്തിനു വേണ്ടിയും അപേക്ഷിക്കാം. ഒരു ബാധയും നിന്റെ കൂടാരത്തോടെടുക്കാതെ വണ്ണം കാത്തു സൂക്ഷിക്കുന്ന, തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതവും കോട്ടയുമായിരിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യമേറിയ കൃപയിൽ ദൈവമേ നീ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഈ ഒരു മാധ്യമത്തിലൂടെ ശുശ്രൂഷയിൽ നാം പങ്കുചേരുമ്പോൾ ഇതിനുള്ളൊരവസരവും ഭാഗ്യവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ഇതിൻ്റെ പുറകിൽ അധ്വാനിക്കുന്ന ഒത്തിരി പേരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയിലെ കമ്മിറ്റി അംഗങ്ങളെ ഓർത്തുകൊണ്ട് അപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം. വിവിധ സംഘടനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആത്മായ ഫെലോഷിപ്പിനെ ഓർത്തുകൊണ്ട് യാചിക്കാം. ഈ നാളുകളിൽ ശുശ്രൂഷയുടെ വലിയ ദൗത്യത്തെ ഏറ്റെടുത്തുകൊണ്ട് അനേകർക്ക് വെളിച്ചമായി തീരുവാൻ, ഉപ്പായി തീരുവാൻ കർത്താവേ അവരെ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാം. നമ്മെ തന്നെ സമർപ്പിച്ച് വിനയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളെ ദുഃഖങ്ങളെയും പങ്കുവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകളെ അറിയുന്ന ഒരു കർത്തൻ എന്നെയും നിങ്ങളെയും കരുതുന്നവനാ, തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാ. യേശുവേ അവിടുന്ന് മനസ്സലിവ് തോന്നണമേ, കൃപയാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ, സ്വർഗീയ സമാധാനത്തെ ഞങ്ങളുടെ ഉള്ളിൽ പകരണമേ. പ്രതിസന്ധിയുടെ മധ്യത്തിൽ തകർന്നു പോകാതെ തളരാതെ നിലനിൽപ്പാൻ ഞങ്ങൾക്ക് ധൈര്യമേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അല്പനിമിഷങ്ങൾ ഈ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്ക് വേണ്ടി എല്ലാറ്റിനും മേലായി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്ത നിന്റെ ബലപതിച്ചുകൂടാത്ത സ്നേഹത്തിനു വേണ്ടി, കൃപാവഴികൾക്കു വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്കു വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിനും നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്ന്, അങ്ങനെ ഞങ്ങളുടെ അധരങ്ങൾ കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകല കരുണകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു.
അവനും നിനക്കും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2 or 3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളും പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാരുടെ ആഗ്രഹങ്ങളെയും അപേക്ഷകളെയും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിൻ്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുവോം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുവോം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും കാവലും നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോടും കൂടെ ഇന്നും എപ്പോഴും ഇരിക്കുമാറാകട്ടെ. ഈ ദിവ്യ ശുശ്രൂഷയിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭാഗഭാക്കായ എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹത്തെയും അറിയിക്കുന്നു. ഈ ആരാധന പ്രകാരം സംപ്രേഷണം ചെയ്യുവാൻ തക്കവണ്ണം അധ്വാനിക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും വിവിധ സ്ഥാനങ്ങളിൽ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവസാന്നിധ്യ ബോധത്തോടെ നമുക്ക് ദൈവത്തെ ആരാധിപ്പാൻ തുടർന്നും കർത്താവ് സഹായിക്കട്ടെ. തൻ്റെ കരുതലിലും കാവലിലും ദൈവം നമ്മെ സൂക്ഷിക്കട്ടെ. സമാധാനവും സന്തോഷവും നമ്മുടെ മനസ്സുകളിലേക്ക് പകരുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ്. സ്വന്തം